വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ മോരുകറിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ മോര് കറിയല്ല, മോര് കാച്ചിയെന്നായിരിക്കില്ല മിക്കവാറും പറയാം. അപ്പോൾ മോര് കാച്ചിയെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. തട്ടിക്കൂട്ട് പരിപാടി, കാരണം ഇന്ന് കറിയില്ല. അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മോര് കറി ഇഷ്ടമാണ്, മോര് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ വിചാരിച്ചു അങ്ങനെ ചെയ്യാം. അപ്പോൾ ബായോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: വറ്റൽമുളക് മെയിൻ സാധനം, പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടാണുള്ളത് അതും, പിന്നെ നമ്മുടെ സ്വന്തം മോര്. ഇതിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ലോ ഫാറ്റ് ആണ് ഞങ്ങൾ വാങ്ങിക്കാറ്, അപ്പോൾ ലോ ഫാറ്റ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ്. അതിന് മുമ്പേ നമ്മൾ എണ്ണ ചൂടാക്കി കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച് കുറച്ച് ജീരകം ഇടുന്നുണ്ട് ഞാൻ. അങ്ങനെ ഇട്ടിട്ട് ഇത് വറവിട്ടാണ്. അപ്പോഴത്തേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യുന്നതിനിടയിൽ കൂടെ ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കത് മോരാക്കി എടുക്കാം. ഇത് കുറച്ച് തൈരായിട്ടാണുള്ളത്, യോഗായിട്ടാണ്. അപ്പം അത് നമുക്ക് ഉടച്ചെടുത്തിട്ട് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം. അത് അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, എങ്ങനെയാണ് ഉടച്ചെടുക്കണം. കട്ട ഉണ്ടാവരുത്. നന്നായിട്ട് അറിയാം എല്ലാവർക്കും എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മോരുകറി ഉണ്ടാക്കുന്നത്. ഞാൻ മോരുകറി കഴിച്ചിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും, പക്ഷെ ഡിഫറെൻറ്റ്. എൻ്റെ വീട്ടിൽ മോരുകറി ഉണ്ടാക്കൽ തേങ്ങയൊക്കെ അരച്ചിട്ടാണ്. അപ്പോൾ തേങ്ങ അരച്ചൊന്നും ഉണ്ടാക്കാനുള്ളത് അത് എനിക്കില്ല. പിന്നെ ഞങ്ങൾ തേങ്ങ അരച്ച കറികൾ കൂട്ടുന്നത് വളരെ കുറവാണ്. മുളകിട്ടതാണ് അല്ലെങ്കിൽ ഇതേപോലെ തേങ്ങ അരയ്ക്കാത്ത കറികളാണ് കുറച്ചുകൂടെ ആയിട്ട് കൂട്ടാറ്. കാരണം മാക്സിമം അറിയാലോ, നമ്മൾ ഡയറ്റ് കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ലോ ഫാറ്റ് ആയിട്ടും അതുപോലെ തന്നെ തേങ്ങ അരച്ച കറികളൊന്നും അധികം കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതിലെന്തെങ്കിലും വീട്ടിലാകുമ്പോൾ അമ്മ മറ്റേ മത്തനിളവനൊക്കെ വെച്ചിട്ടാണ് മോരുകറി ആക്കാറ്. ഇവിടെ ഇതിന് മത്തനിളവനൊന്നുമില്ല. പിന്നെ തേങ്ങ അരച്ചിട്ടുമല്ല വെക്കുന്നത്. പച്ചക്കറികളൊന്നുമില്ല, ഉള്ളി മാത്രം ഇട്ടിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് മോര് കാച്ചിയതാണ്. അപ്പം ഇത് ഉടച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ ഉടച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം എനിക്ക് മോരുകറി പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടി കണ്ടുകൂടായിരുന്നു. എൻ്റെ അമ്മ അതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യമായിരുന്നു. ഞാൻ മുളകിട്ട മീൻകറി ഇട്ടും കൂട്ടിയിട്ടാണ് തിന്നാറുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു. എന്തോ ഒരു ഇന്ന് മോരുകറിയാണോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ഞാൻ എനിക്ക് വേണ്ട ഭക്ഷണം എന്നുള്ള രീതിയിലായിരുന്നു. ഭയങ്കര ആ ഒരു കറിനോട് മാത്രമേ എനിക്ക് വെറുപ്പുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എന്ത് കറി ഞാൻ കഴിക്കായിരുന്നു. പക്ഷെ ഇപ്പം അതിനു വേണ്ടി എനിക്ക് മോരുകറി ഭയങ്കര ഇഷ്ടം. എന്താണ് ലൈഫിൽ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പണ്ട് ഇഷ്ടപ്പെടാത്ത സാധനങ്ങളൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭക്ഷണത്തിന്റെ വില മനസ്സിലായതുകൊണ്ടാണോ, പിന്നെ അമ്മ കുക്ക് ചെയ്യുന്നതിന്റെ ടേസ്റ്റ് വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ അമ്മേന്റെ ഭക്ഷണത്തിന്റെ ഇതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം എന്ത് കിട്ടിയാലും ഞാൻ തിന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ബാംഗ്ലൂര് കുറച്ചു കാലം ഉണ്ടായിരുന്നല്ലോ. അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മോനെ എൻ്റെ വീട്ടിലത്തെ ഭക്ഷണം അമൃതമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ബാംഗ്ലൂർ പോയതിന് ശേഷം കേട്ടോ ഞാൻ ഈ മോരുകറിയൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവിടുത്തെ കറികൾ, അവിടുത്തെ രുചികൾ, പിന്നെ എന്ത് കിട്ടിയാലും ഇപ്പം ഞാൻ തിന്നു. കാരണം എങ്ങനെയായാലും ഒരു എഫേർട്ട് നമ്മൾ മാനിക്കുന്ന അതേപോലെ തന്നെ എന്ത് കിട്ടിയാലും തിന്നും. കാരണം അതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം മോരുകറി എൻ്റെ ഫേവറേറ്റ് ആണ്. മോരുകറി ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ചോറ് എനിക്ക് കഴിക്കാൻ പറ്റും. പണ്ട് മോരുകറി കണ്ടാൽ തന്നെ മുഖം ചുളിക്കുന്ന ഞാനിപ്പം മോരുകറി. അമ്മനെ അതിശയിച്ചു പോയി. അമ്മ എല്ലാ മോനെ എനിക്കല്ല മോരുകറി ഇഷ്ടമല്ലാത്തപ്പോൾ മോരുകറിന്റെ കഷ്ണവും വെള്ളരി വിളവനൊക്കെ കൂട്ടിയിട്ട് തിന്നു. ആദ്യം ഞാൻ ഉപ്പേരികളൊന്നും കഴിക്കില്ല. ഇനി പച്ചക്കറിന് സാധനം ഞാൻ തൊടില്ലായിരുന്നു. ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഞാൻ പയറുണ്ടാവും, ബീൻസ് ഉണ്ടാവും, അങ്ങനത്തെ ഉപ്പേരികളൊക്കെ അമ്മ ഉണ്ടാക്കാറുണ്ട്. ആകെ കഴിക്കുക ക്യാബേജ് മാത്രമാണ്. പിന്നെ ഒരു ഉപ്പേരി ഞാൻ കഴിക്കില്ല. അപ്പൊ അമ്മ ഇപ്പൊ എല്ലാ ഉപ്പേരി എല്ലാത്തിനേക്കാളും കൂടുതൽ ഉപ്പേരി കഴിക്കുന്നതാണോ എനക്കെന്താ പറ്റിയത് അങ്ങനെ ചോദിക്കും. ബീട്രൂട്ടൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതിനെന്തോ ഒരു കുത്തൽ ചോയല്ലേ. ബീട്രൂട്ട്, ക്യാരറ്റ് അതൊക്കെ ഞാൻ എടുത്തങ്ങോട്ട് സൈഡോട്ട് വെക്കുന്ന സാധനങ്ങൾ. ഇപ്പൊ സൈഡോട്ട് വെക്കുന്നത് ചോറ് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ കഴിക്കാറ്. കാരണം അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നും മനസ്സിലാക്കിയിടത്തോളം പിന്നെ ഞാൻ അതിനൊക്കെ എൻ്റെ കൂടെ ചേർത്താൻ ഞാൻ തുടങ്ങി. അപ്പം അമ്മയെ അതിശയിച്ചു പോയി, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് മാറാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. കാരണം അങ്ങനെയായി ഞാൻ. കാരണം മാറി. പിന്നെ ഇപ്പം എനിക്ക് പണ്ടേ ഉപ്പേരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പറിക്കുന്ന സാധനങ്ങളല്ലേ, പപ്പായ മെയിനായിട്ട് നമ്മളെ ഈ അച്ഛൻ്റെ അമ്മയിൽ ഉർവശിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമല്ലേ, എന്തെങ്കിലും പേര് കൂർക്കപ്പേരി എൻ്റെ മെയിൻ ഫേവററ്റ് സാധനമാണ്. പിന്നെ ചക്കക്കുരു. അമ്മ ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ ചക്കക്കുരു കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ചക്കക്കുരു കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കും. ഉപ്പേരിയാണോന്ന് അറിയില്ല, വറവാണോ എന്താ പേര് എന്നറിയില്ല, ഞങ്ങൾ ഉപ്പേരി എന്നാ പറയാം. കുറച്ച് മുളക് പൊടിയും വറ്റൽ മുളകാണോന്ന് അറിയില്ല. പിന്നെ നമ്മളെ വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് അമ്മ ഒരു സാധനം ഉണ്ടാക്കും. അയ്യോ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഒടുക്കത്തെ ടേസ്റ്റ് ആണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടേ. ബാക്കിയുള്ള പച്ചക്കറിയും ഉപ്പേരിയൊന്നും ഞാൻ കഴിക്കാറില്ല. അപ്പം എന്തായാലും എൻ്റെ തട്ടിക്കൂട്ട് മോരുകറി എങ്ങനെ എവിടെ എത്തുന്നൊന്നും എനിക്കറിയില്ല. കാരണം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കില്ല. ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഞാൻ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഈ പച്ചക്കറികളൊന്നും ഞാൻ ഇതുവരെ നാട്ടിൽ നിന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം പിടിക്കും. ശരിയാവായിരിക്കില്ലേ. കുറച്ച് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം അടിയണം, മിക്സിയിലിട്ട് അടിക്കണം ശരിക്കും. പക്ഷേ ഞാൻ ഭയങ്കര മടിച്ചതിനോണ്ട് തന്നെ മിക്സിയിലൊന്നും ഇട്ട് അടിക്കില്ല.
മാക്സിമം കുലുക്കി എടുക്കാം. പിന്നെ അധികം ഉപ്പിടുന്നില്ല, ഉപ്പ് ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി വഴമ്പുമ്പോൾ കുറച്ച് ഉപ്പിടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഞാനിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കെട്ടിയതിന് ഉപ്പ് അധികം ഇഷ്ടമല്ല. ഉപ്പ് അധികം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓനത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി എന്തോ കുഴപ്പമില്ല, ഉപ്പ് എരിയും രണ്ടും കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നമ്മൾ ഇതിന് ഞാനൊരു എളുപ്പ വഴി, ലോ ഫാറ്റ് ആയതുകൊണ്ട് ഇതിന് പുളിയൊന്നും ഇല്ലാത്ത മോരാട്ടോ. ഒട്ടും എങ്ങനെ വാങ്ങിക്കുന്ന നമ്മൾ യോഗട്ടിന് പുളിയൊക്കെ കുറവായിരിക്കും. ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ കുലുക്കിത്തക്ക ഇവിടെ വേറെ ആൾക്കാരുണ്ട് അറിയാലോ, അതുകൊണ്ട് നല്ല കുലിക്കത്തക്ക ഇതവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് സെറ്റാക്കാം. ഇതുപോലൊരു കുണ്ടുള്ള പാത്രം എടുക്കാം, അതാ നല്ലത്. കാരണം എനിക്കറിയില്ല ഇതിന് എത്രത്തോളം നമ്മൾ വെള്ളം കൊള്ളണ്ടേ. പരന്നെടുത്താൽ ചിലപ്പം പുറത്തേക്ക് ചിന്തിയാലോ. ഇതൊക്കെ ഗ്യാസ് ഓൺ ആക്കട്ടെ. ഓക്കെ ഓക്കെ അപ്പം ഇനി എണ്ണ വെച്ചിട്ട് കടുകും ഉലുവയും കുറച്ച് ജീരകവും പൊടിക്കാം. പിന്നെ ഞങ്ങൾ നെയ്യാണ് ഉപയോഗിക്കാറ് ഇവിടെ വന്നതിന് ശേഷം. വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ കോമൺലി ഫുഡ് കുക്ക് ചെയ്യാറില്ല. ഇനി ഉണ്ടാക്കിയാൽ തന്നെ എണ്ണ വളരെ കുറവായി യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ നെയ്യാണെന്ന് തോന്നിയതുകൊണ്ട് നെയ്യാണ് ഉപയോഗിക്കാറ്. വളരെ കുറച്ച് നെയ്യേ ഉപയോഗിക്കുള്ളൂ. നെയ്യ് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. നെയ്യിൽ എന്തുണ്ടാക്കിയാലും എണ്ണയ്ക്ക് പകരം നെയ്യ് എടുക്കുന്നതെന്നുള്ളൂ. പക്ഷെ ഇതൊന്നും തട്ടിങ്ങോട്ട് ഇറങ്ങാനൊരു സമയം നമുക്കൊരു ഇത്തിരി സമയം എടുക്കാം. വളരെ കുറച്ച് നെയ്യ് എടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ കടുക് ചൂടായി തോന്നും. കടുകിടുക, പൊട്ടിക്കുക. ഉലുവ എന്തിനാ വാങ്ങി വെച്ചാന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. മുടി തേക്കാൻ വിചാരിച്ച വാങ്ങിയതാ, പക്ഷെ ഇപ്പം എന്തായാലും ഉപകാരമായി. കുറച്ചിട്ടാൽ മതിയേ, ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, വളരെ കുറച്ച്. പിന്നെ ജീരകത്തിൻ്റെ ചൊയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇടാൻ ചാൻസ് കുറവായിരിക്കും. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ജീരകത്തിൻ്റെ ചൊയ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീരകത്തിൻ്റെ ചൊയ. പിന്നെ വയറിന് നല്ലതാണ് ജീരകം ഒബ്വിയസ്ലി, അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ ഈ കണ്ട സാധനങ്ങളൊക്കെ, വറ്റൽ മുളക്, നമ്മൾ ഈ മുറിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് കടുക് പറ. കുറച്ച് ഉപ്പിടാം. എനിക്ക് ഉപ്പിന്റെ കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കറക്റ്റ് അറിയൂല. ഉപ്പ് കൂടി പോവെന്നുള്ള പേടിയിൽ ഉപ്പ് കുറഞ്ഞു പോകും. കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, കൂടി പോയാൽ പാട്. കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇട്ടാൽ മതിയല്ലോ, കൂടിപ്പോയാലാ പാട്. എൻ്റെ കുട്ടിയാണ് ഉപ്പ് തീരെ പറ്റില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വളരെ കുറച്ച് കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി എനിക്ക് വേറെ എന്തെങ്കിലും ഇല്ല, അതുകൊണ്ട് ഞാൻ പേസ്റ്റാണ് ഉള്ളത്. വളരെ കുറച്ച് ഇടുന്നുള്ളൂ. അതിന് ചൊയ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് വളരെ കുറച്ച്, ശകലം. നല്ലോണം ഒന്ന് വഴണ്ട് വന്നാൽ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു എരിവിന് കാണിച്ചു തരാവേ. കണ്ടോ അതേപോലെ ഉണ്ടാവും. പിന്നെ നോൺ സ്റ്റിക്കിൽ ഈ സ്പൂൺ വെച്ച് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ മടി കാരണം മറ്റൊരു കഴുകി എടുക്കണ്ടേ, ഇത് ഓൾറെഡി എടുത്തു പോയില്ല, അതുകൊണ്ടാണ്. എൻ്റെ കോലം കണ്ട് ഞെട്ടണ്ട, വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണും ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്തിരി, ഒരുപാട് വേണ്ട. കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച്, ഒരു എരിവിന്. എരിവ് അധികം ഇഷ്ടമല്ല, പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ഭയങ്കര എരിവുണ്ടാകാം. എൻ്റെ അമ്മ അങ്ങനെ പറയട്ടെ, നീ വല്ല കള്ളു ഷോപ്പിലും പോയി ഭക്ഷണം കഴിച്ചോ, നിന്നെ വഴി എരിവിട്ട് തിന്നാന്ന് ആർക്കും ആവലാണ്. സത്യമാണ്, ഞാൻ
ഞാനിപ്പോ കുറച്ച് എരുഭ്രാന്തിയാണ്. ഇങ്ങനെ ഉള്ളു തോന്നുന്നു കേട്ടോ, ഇത്രയൊക്കെ തന്നെ ഉള്ളു ചെയ്യാൻ. എന്നിട്ട് മുളക് നമ്മളെ ഈ കുലുക്കി വെച്ച മോരൊഴിക്കുക. മോരല്ലേ എൻ്റെ മേലൊക്കെ തെറിച്ചത് ഈശ്വര. മെസ്സി കുക്കിംഗ് സ്റ്റൈലാണ്, ആരും ഇമിറ്റേറ്റ് ചെയ്യരുത് വീട്ടില്. മോര് പാർന്നു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല തോന്നുന്നല്ലേ. മോര് തിളച്ച് കഴിഞ്ഞാൽ എന്തേ പ്രശ്നമുണ്ടോ? കാരണം അമ്മയോട് വെച്ചപ്പം പറഞ്ഞു മോര് പാർന്നു കഴിഞ്ഞിട്ട് ഒരുപാട് വെട്ടി തിളയ്ക്കേണ്ട കാര്യമില്ല, പിരിയുണ്ടാവും അല്ലേ. ആവോ എന്തായാലും എന്ത് ഇങ്ങനത്തെ പരീക്ഷണങ്ങൾക്കൊക്കെ ഇരയാവുന്നത് എൻ്റെ കെട്ടിയവനാണ്. പിന്നെ ഒരു കാര്യം, അവൻ എങ്ങനെയാ വെച്ചാല് എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട കരുതി ഞാൻ പുറത്തുനിന്ന് വാങ്ങാൻ നമുക്ക് കറി, അവനെ കുക്ക് ചെയ്യാൻ ഒട്ടും അറിയില്ല. പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട കരുതിയിട്ട് എന്നോട് പറയും നിനക്ക് ഏതാ എളുപ്പം വെച്ചാൽ അത് ചെയ്തോ, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, അങ്ങനെ പറയും. പിന്നെ എനിക്കിവിടെ എന്താ പണി, ഒരു പണി ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് കുക്കിംഗ് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, പക്ഷെ ചില സമയത്ത് എനിക്കൊരു മൂഡ് വരും, അങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ, അങ്ങനെ ഞാൻ കുക്ക് ചെയ്യും. ഇപ്പൊ നേരത്തെ വന്നല്ലേ, ഓന് ഇന്നെ പേടിച്ചിട്ട് സാധനവും പാത്രം കഴുകാൻ വന്നായിരുന്നു. എന്റെ വീഡിയോ കണ്ടിട്ടാണോ എന്നറിയില്ല, ഇപ്പൊ ഓനും കൂടെ കാണുന്നത്. ഏകദേശം ആയും തോന്നും, നമ്മളെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നാൽ മതിയായിരിക്കും. ഓ എല്ലാം പറക്കുന്നുണ്ട്. മോരിന്റെ അവസ്ഥ നോക്കട്ടെ. മോര് ഏകദേശം നല്ല ബ്ലംബ്ലാസ്റ്റിക് ആയിട്ടുണ്ട് കണ്ടോ. ആ കുലുക്കല് നല്ല പവറിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കട്ടൊക്കെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് തെറ്റായി എന്നാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ കിച്ചൺ അല്ലല്ലോ, ഇവിടത്തെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊരാളെ സെഷൻ, ഇതൊരാളെ സെഷൻ, ഇതൊരാളെ സെഷൻ എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ള കിച്ചണാണല്ലോ. അപ്പൊ ഓരോരുത്തരുടെ സെഷനാണ്. അപ്പൊ നമ്മളെ സാധനങ്ങൾ ചില സ്ഥലത്ത് ഒതുക്കിന്റെ ഈ വലുപ്പിലാണ്, ആ വലുപ്പിൽ ഒതുക്കി വെച്ചേക്കുവാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കണം. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് കുക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഓരോ നാട്ടില് ബാംഗ്ലൂരും കൊച്ചിയിലൊക്കെ പോയി ജീവിച്ച് ഒറ്റയ്ക്ക് കുക്കിംഗ് ചെയ്ത് സെറ്റായപ്പോ പിന്നെ എല്ലായിട്ടും കൂടെ അഡാപ്റ്റ് ആയി, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. എന്തായാലും ഇതിലേക്ക് ചോദിച്ചു നോക്കട്ടെ, എനിക്ക് അറിയില്ല എന്താവുന്നു, തിളപ്പിക്കണമെന്നും അറിയില്ല. എന്റെ മോര് കറി ഇനി ഉപ്പ് വേണം നോക്കണം. കളർ മഞ്ഞ കളറില്ല, എനിക്ക് മഞ്ഞ കളർ മോര് കറി ഇഷ്ടം. ഇതിനൊരു വെള്ള കളർ നോക്കണം. ഉപ്പ് കുറവാണ് തോന്നുന്നു, കുറച്ച് ഉപ്പിടാം. പുളി കുറവാണ്, നമുക്ക് ഉപ്പിട്ട് നോക്കാം. ഒരുപാട് ഉപ്പാവണ്ട, അത് കാണാനൊക്കെ ഭംഗിയുണ്ട്. ടേസ്റ്റ് ഉണ്ടോ വെച്ചാൽ എനിക്കറിയില്ല, എരിവ് കുറവാണ്. ഇനി മുളകിട്ടിട്ട് ഇനി മഞ്ഞളിട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ. എനിവേ അത് കിടന്നങ്ങനെ അതിൽ കിടന്നങ്ങനെ കുറുകട്ടെ. ഇതിൽ കിടന്ന് തിളയ്ക്കേണ്ടെന്നാണ് ഞാനൊരു കേട്ടറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. തിളച്ചാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് പിരിയുണ്ടാവും. കൊള്ളാം. നമുക്ക് തീ ഓഫാക്കാം. കാണിച്ചുതരാം. കണ്ടോ എൻ്റെ മോര് കറി ഇങ്ങനെയുണ്ട്? കാണാനൊക്കെ നല്ലുണ്ട്, കഴിക്കുമ്പോഴും വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇനി ചോറിന് കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. വേറെ ഒരു കറിയും വേണ്ട, മോര് കറി ഉണ്ടെങ്കിൽ കുശാലാണ്. അപ്പം നോക്കാം. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. കൊള്ളാം, പക്ഷേ എനിക്കറിയില്ല എന്താ പ്രശ്നമൊന്നും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ അതുണ്ടോ ഇതിലിട്ട് തിളപ്പിച്ചിട്ടാണോന്ന് അറിയില്ല, ഇങ്ങനെ
വേർതിരിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? എന്തായാലും ഞങ്ങൾക്ക് കഴിക്കാനല്ലേ, കഴിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചില സമയത്ത് അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, ഇത് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇറങ്ങി പറഞ്ഞുതരാം. കാരണം എൻ്റെ ഒരു ട്രൈ ആണിത്. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ പരീക്ഷിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ, ഡെയിലി എന്തെങ്കിലും തിന്ന് സർവൈവ് ചെയ്യണ്ടേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പം ഞാൻ കുക്കിംഗ് അധികം ഇപ്പം ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാത്തത്. ഇതേപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കുക്ക് ചെയ്യും. പിന്നെ സെയിം തന്നെ ആയിരിക്കും മിക്ക ദിവസങ്ങളിലും. ഞാൻ ഓൾറെഡി ഇട്ട വീഡിയോസ് തന്നെ ആയിരിക്കും ഉണ്ടാവല്, അഥവാ കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ. അപ്പം അതെന്നെ പിന്നെയും കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കുക്കിംഗ് വീഡിയോസ് ഇടാത്തത്. എനിവേ, എൻ്റെ മോര് കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും അബിക്ക് കൊടുത്തു നോക്കാം. കഴിക്കുമായിരിക്കും, ഞാൻ എന്ത് കൊടുത്താലും അപ്പം അവൻ കഴിക്കും. അതുകൊണ്ട് ആ ധൈര്യം എന്തായാലും എനിക്കുണ്ട്. അപ്പം ഈ മോര് കറി വീഡിയോ ഇത്രത്തോളം ഉള്ള. കുക്ക് ചെയ്താൽ മാത്രം പോരാ, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യലും നമ്മളെ പരിപാടിയാണ്. ഓരോരുത്തർ ഫാമിലി ഫുഡ് കുക്ക് ചെയ്ത് പോയാൽ അത് ക്ലീൻ ചെയ്യണം. ചില ഫാമിലീസ് ക്ലീൻ ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കംപ്ലൈൻറ്റ് ഇങ്ങനെ ഇതിൽ വരും. പിന്നെ ഞാൻ അധികം കുക്ക് ചെയ്യാൻ നിൽക്കാത്തത് കൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഇതൊരു കംപ്ലൈൻറ്റ് വന്നില്ല. കംപ്ലൈൻറ്റ് ഞാൻ കുക്ക് ചെയ്താലും ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്യാസ് താഴെ ഓഫാക്കി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി അവൻ വന്ന് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം വയ്ക്കാം.